ലോകം കണ്ട ഏറ്റവും വലിയ ട്രേഡ് വാർ ഒരു സുപ്രീം കോടതി വിധിയിൽ തട്ടി വീണിരിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. എന്നാൽ വിജയിച്ചു എന്ന് കരുതി ആശ്വസിക്കാനും വരട്ടെ, മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് പുറത്തെടുത്തത് അതിലും വലിയൊരു ആയുധവുമാണ്. ഈ നിയമയുദ്ധം ആഗോള വിപണിയെ തകർക്കുമോ? ചൈനയും ജപ്പാനെയും വിറപ്പിച്ച ഈ നീക്കം ഇന്ത്യക്ക് വൻ ലാഭമാണ് കൊയ്യാൻ പോകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാം. വലിയൊരു സാമ്പത്തിക ഭൂകമ്പമാണ് അമേരിക്കയിൽ നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ ഇംപാക്ട് ടാരിഫുകൾ, അതായത് ഇറക്കുമതി തീരുവകൾ സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. 6-3 എന്ന വോട്ടിനാണ് കോടതി ട്രംപിന്റെ അധികാര പരിധി ലംഘിക്കപ്പെട്ടുവെന്ന് നിരീക്ഷിച്ചത്. ഇതോടെ പ്രതിദിനം $500 മില്യൺ അമേരിക്കയിൽ ലഭിച്ചിരുന്ന വരുമാനമാണ് നിലച്ചത്. ഏകദേശം $175 ബില്യൺ, ഏകദേശം 14.5 ലക്ഷം കോടി രൂപ ഇറക്കുമതിക്കാർക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഈ തീരുവകൾ പിരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞു. പക്ഷേ ട്രംപ് അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോടതി വിധി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് തന്റെ അടുത്ത കരുനീക്കം നടത്തി. പഴയ നിയമം പോയെങ്കിൽ പുതിയ നിയമം. US വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് 15% ആഗോള തീരുവ അദ്ദേഹം പ്രഖ്യാപിച്ചു. ആദ്യം 10% എന്ന് പറഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ 15% ഉയർത്തി. ഇതൊരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കും? അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ IT സേവനങ്ങൾ, വസ്ത്രങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് ഈ 15% അധിക നികുതി വലിയ ഭാരമായിരിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വില കൂടും. ചൈന, ദക്ഷിണ കൊറിയ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ട്രംപ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ വരുമ്പോൾ അമേരിക്കയ്ക്ക് വിശ്വസിക്കാനാവുന്ന ഒരേ ഒരു സപ്ലൈ ചെയിൻ പാർട്ട്ണറായി ഇന്ത്യക്ക് മാറാൻ കഴിയും. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഈ നികുതി ഭാരത്തിൽ നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും ഇളവ് തേടി തരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചൈനയെ ഒതുക്കാൻ ഇന്ത്യയെ ട്രംപിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 15% നികുതിയിൽ ഇന്ത്യക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ പുതിയ 15% നികുതിയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ 150 ദിവസത്തിലധികം ഇത് തുടരുമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണം. ലോകരാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഒരു ആഗോള വ്യാപാര മാന്ദ്യത്തിലേക്ക് ഇത് നയിക്കുമോ? ഷിപ്പിംഗ് നിരക്കുകൾ മുതൽ സാധാരണക്കാരന്റെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടാൻ ഇത് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പഴയ തീരുവകൾ നിയമവിരുദ്ധമായെങ്കിലും ട്രംപ് പിന്മാറാൻ തയ്യാറല്ല. കൂടുതൽ കനത്ത നിയമങ്ങളുമായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.